പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് CPI. വിവാദ പത്രപരസ്യം തിരിച്ചടിച്ചെന്ന് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ മുരളി താരക്കാട് റിപ്പോർട്ടറിനോട് പറഞ്ഞു. മതം തിരിച്ചുള്ള പരസ്യം ഒഴിവാക്കാമായിരുന്നു. പെട്ടി വിവാദം രാഹുലിന് ജനങ്ങൾക്കിടയിൽ രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കി. മുഖ്യമന്ത്രിയുടെ തങ്ങൾക്കെതിരായ പരാമർശം മുസ്ലിം വോട്ടുകളുടെ ഏകീകരണത്തിന് കാരണമായെന്നും മുരളി താരേക്കാട് റിപ്പോർട്ടറിനോട് പറഞ്ഞു. പെട്ടി വിവാദം യഥാർത്ഥത്തിൽ പിടിക്കപ്പെടാത്തതുകൊണ്ട് ഉദ്ദേശിച്ച ഫലം ചെയ്തിട്ടില്ല. അത്തരം വിഷയങ്ങളിൽ ഊന്നൽ നൽകുന്നതിന് പകരം കുറേയും കൂടി ജനകീയ വിഷയങ്ങളിൽ ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു കൂടുതൽ പ്രചരണം നടത്തേണ്ടത്. രാഹുലിനെ ഒരു രക്തസാക്ഷി പരിവേഷം എന്നാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത്. രാഹുലിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല വിവാദങ്ങളും രാഹുൽ ഗുണകരമാക്കി മാറ്റി എന്നുള്ളതാണ്. മതനിരപേക്ഷ സാധ്യതകൾക്ക് മുറിവേൽക്കുന്ന ഒരു സാഹചര്യവും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് CPIയുടെ നിലപാട്. ആ അർത്ഥത്തിൽ മതം തിരിച്ചുള്ള ഒരു പരസ്യം ഒഴിവാക്കാമായിരുന്നു. ആ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യമന്ത്രി നടത്തിയ പരാമർശം ഒരു രാഷ്ട്രീയക്കാരനായ തങ്ങൾക്കെതിരെയാണ്. അത് മനസ്സിലാക്കാതെ മതവികാരം വ്രണപ്പെടുത്തി എന്ന നിലയിൽ അത് വളച്ചൊടിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ ഒന്നിപ്പിക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നു. ഇക്ബാൽ അറക്കൽ, LDFന്റെ ഒരു വിലയിരുത്തൽ പ്രചാരണ തന്ത്രങ്ങൾ പാളി എന്നാണോ? അതാണോ ഇപ്പോൾ CPIയിലൂടെ കൃത്യമായി എന്തുകൊണ്ട് ഇത്രയും തിരിച്ചടി നേരിട്ടു എന്നതിന്റെ വിലയിരുത്തലായി വരുന്നത്? സുജിയ, CPIയുടെ ഈ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാവുന്ന കാര്യം LDF ഒറ്റക്കെട്ടായല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങൾ മെനന് എന്നാണ്. CPMന്റെ മാത്രം ഒരു തന്ത്രമായി ഇതെല്ലാം മാറുന്നു എന്ന രീതിക്ക് വേണം CPIന്റെ ഈ പ്രതികരണം വായിച്ചെടുക്കാൻ. കാരണം ഈ പെട്ടി വിവാദം തുടങ്ങി അവസാനം വന്ന ഈ പത്രപരസ്യം ഉൾപ്പെടെ അതിലെല്ലാം ഒരു എതിർപ്പാണ് CPI പ്രകടിപ്പിക്കുന്നത്. പെട്ടി വിവാദം കൊണ്ട് കാര്യമായ ഗുണമുണ്ടായില്ലെന്ന് മാത്രമല്ല, ഒരു രക്തസാക്ഷി പരിവേഷം രാഹുലിന് കിട്ടി. ജനങ്ങൾക്കിടയിൽ വലിയൊരു സ്വാധീനം രാഹുലിന് ആ ഒരൊറ്റ വിവാദം കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചു എന്നാണ് ഇപ്പോൾ CPIന്റെ ഈ മണ്ഡലം സെക്രട്ടറിയും അതുപോലെ തന്നെ LDFന്റെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള മുരളി താരക്കാട് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ മതം തിരിച്ചുള്ള പത്രപരസ്യം അതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ സാദിഖലി തങ്ങൾക്കെതിരായിട്ടുള്ള പരാമർശം, ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ച് അതെല്ലാം UDFന്റെ ഒപ്പം ആവാൻ വേണ്ടി സഹായിച്ചു. ഒരു പക്ഷേ ചെറിയ രീതിയിലെങ്കിലും ന്യൂനപക്ഷ വോട്ടുകൾ LDFനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം പാലക്കാട് ഉണ്ടായിരുന്നു. പക്ഷേ ഇതുകൂടി ഈ പത്രപരസ്യത്തിലൂടെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളിലൂടെയും നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ CPI വിലയിരുത്തിയിരിക്കുന്നത്. മാത്രമല്ല, അതിനോടൊപ്പം തന്നെ BJP വോട്ടുകൾ കോൺഗ്രസിലേക്ക് വ്യാപകമായി പോയി. തൃശ്ശൂരിലെ പോലെ തന്നെ UDF BJP തമ്മിലുള്ള ഒരു ഡീൽ ഉണ്ടായിരുന്നു. ആ ഡീല് കൃത്യമായി തന്നെ പാലക്കാട് നടപ്പായി. ഈ കാര്യങ്ങളെല്ലാമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം CPI വിലയിരുത്തിയിരിക്കുന്നത്. ഏതായാലും നിലവിലെങ്കിലും അല്ലെങ്കിൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പിലെങ്കിലും ജനകീയ വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിരിക്കണം LDF നടത്തേണ്ടത്. മറിച്ച് ഇത്തരത്തിലുള്ള അനാവശ്യ വിവാദങ്ങളിലേക്ക് കടന്നാൽ അതെല്ലാം തിരിച്ചടിയാവുമെന്നൊരു ബോധ്യത്തോടു കൂടിയാവണം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ മെനയാൻ വേണ്ടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തന്ത്രങ്ങൾ മെനയാൻ വേണ്ടി ഇനിയെങ്കിലും ജനകീയ വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങൾ മെനയുന്ന കാര്യങ്ങളിലേക്ക് CPMഉം LDFും ഒറ്റക്കെട്ടായി കടക്കണമെന്നാണ് ഇപ്പോൾ LDFന്റെ പാലക്കാട്ടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള മുരളി താരേക്കാട് വ്യക്തമാക്കിയിട്ടുള്ളത്.